വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് കൊച്ചി താന്തോന്നിത്തുരുത്ത് നിവാസികൾ ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലേറെ പേർ പ്രതിഷേധിക്കുന്നു. 5 ദിവസമായി ദ്വീപിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന താന്തോന്നിത്തുരുത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണ്. ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി നിരവധി കുടുംബങ്ങളാണ് ദ്വീപ് വിട്ടുപോകുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മുടെ സാഹചര്യം ഇപ്പോൾ 5 ദിവസമായിട്ട് വീടിനകത്ത് വെള്ളം സ്ഥിരമായിട്ടിരിക്കണം. ഇന്നലെ വെള്ളം കൂടുതലായിട്ട് പൊന്തി കട്ടിലിന്റെ മുകളിൽ വരെ എത്തി. അപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് 20-ാം തീയതി കളക്ടർ മീറ്റിംഗ് വിളിച്ച് 20-ാം തീയതി മീറ്റിങ്ങിൽ 10 ദിവസത്തിനുള്ളിൽ ടെൻഡറായി കോൺട്രാക്ട് വർക്ക് എടുത്തിട്ടുണ്ട്. വർക്ക് തുടങ്ങാം, അതിനുള്ള ഓർഡർ ആക്കാമെന്നാണ് കളക്ടർ പറഞ്ഞത്. അതിനിടയിൽ CRS ക്ലിയറൻസ് ആണ് ഇവർ വീണ്ടും ആവശ്യപ്പെട്ടേക്കണം. അത് 27-ാം തീയതി CRSന്റെ ഒരു മീറ്റിംഗ് വെച്ചവർ. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 30-ാം തീയതി ആയിട്ടും 10 ദിവസം എന്ന് പറഞ്ഞാൽ 30-ാം തീയതിയാണ്. 30-ാം തീയതി ആയിട്ട് ഒരു മറുപടി കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ 6-ാം തീയതി കളക്ടറൊക്കെ ഉണ്ട്. കളക്ടർ പറയണത് ഞാൻ നിങ്ങളൊരാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ ജനപ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. കായലിൽ ആഴം വർദ്ധിപ്പിക്കാത്തതും വെള്ളം കയറുന്നത് തടയാൻ ബണ്ട് നിർമ്മിക്കാത്തതുമാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ജില്ലാ കളക്ടറുമായി ദ്വീപ് നിവാസികൾ ചർച്ച നടത്തിയിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കളക്ടർ ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദിവസമായി വീണ്ടും വെള്ളം കയറാൻ തുടങ്ങിയതോടെയാണ് സമരം ആരംഭിച്ചത്. ദ്വീപുകളിലേക്കും ഈ കരകളിലേക്കൊക്കെ വെള്ളം കയറുന്നത് കായലിന് ആഴയില്ലാത്തതുകൊണ്ടാണ്. കായൽ എത്രയും പെട്ടെന്ന് ആഴം കൂടണം. ദ്വീപിൽ നിന്നുള്ള 60ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധം നടത്തുന്നത്. ജനം, കൊച്ചി.